യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്നുള്ള ആവശ്യം ശക്തമായ നേതൃത്വത്തിന് മുന്നിൽ വെക്കാനാണ് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് സ്ഥാനത്തിനായി കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. അബിൻ വർക്കിയെ പിന്തുണച്ച് സംസ്ഥാന സെക്രട്ടറിമാരായ ടി എം മനേഷ്, ഷഹന സലാം, എം പി സുബ്രഹ്മണ്യൻ എന്നിവർ രംഗത്ത് വന്നിട്ടുണ്ട്. അബിൻ വർക്കിക്ക് പുറമെ OJ ജനീഷ്, KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ എന്നിവരാണ് സംഘടനാ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ബിനു ചുള്ളിയിലിന്റെ പേരാണ് KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ പദവിക്കായി നേരത്തെ മുതൽ പോര് ശക്തമായിരുന്നു. നിലവിലെ ഭാരവാഹികളല്ലാതെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്ന് അബിൻ വർക്കി അടക്കം 40 ഭാരവാഹികൾ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നാളെ നീളെ മട്ടിൽ നീളുന്ന കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടന അനിശ്ചിതത്വത്തിൽ തന്നെയാണുള്ളത്. സംസ്ഥാനത്തെ നേതാക്കൾ ഏക അഭിപ്രായത്തോടെ പേര് നിർദ്ദേശിച്ചാൽ മാത്രം ഉടൻ പുനഃസംഘടന നടത്തിയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര നേതൃത്വം ഉള്ളത്. ഇക്കാര്യം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. KPCC പുനഃസംഘടനാ കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. AICC നിരീക്ഷകരെത്തി അഭിപ്രായം ആരാഞ്ഞ് പാനലാക്കി പുനഃസംഘടന നടത്തുന്നത് ദീർഘമായ പ്രക്രിയയാണ്. അതിനാൽ കേരളം, ബംഗാൾ, തമിഴ്നാട്, ബീഹാർ, ആസാം സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പുനഃസംഘടനാ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിലെ സ്ഥിതി തുടരും. വയനാട് DCC പ്രസിഡന്റ് രാജിവെച്ചപ്പോൾ പകരം ചുമതല നൽകാതെ പുതിയ പ്രസിഡന്റിനെ നിയമിച്ചത് പൊതുവായ പുനഃസംഘടന ഉടൻ ഉണ്ടാകുന്നില്ല എന്നുള്ള സൂചനയാണ്. സംസ്ഥാനത്തെ ചർച്ച എങ്ങും എത്താതെ നീളുന്നതിനുള്ള ഹൈക്കമാൻഡിന്റെ അതൃപ്തി കൂടിയാണ് വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. KPCC ഭാരവാഹികൾ DCC പ്രസിഡന്റുമാർ സ്ഥാനങ്ങളിലാണ് പുനഃസംഘടന ലക്ഷ്യമിട്ടത്. ഓഗസ്റ്റ് ആദ്യം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റ് മുതിർന്ന നേതാക്കളും ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏക അഭിപ്രായം ഉണ്ടാക്കാഞ്ഞതിനാൽ തന്നെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കാൻ സാധിച്ചുമില്ല. തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട DCC പ്രസിഡന്റുമാരെ സംബന്ധിച്ചാണ് തർക്കം കൂടുതലുള്ളത്. KPCC ഭാരവാഹികളിൽ കുറച്ചുപേരെ നിലനിർത്തി പുതിയ ടീമിനെ കൊണ്ടുവരാനാണ് ശ്രമം. 40 മുതൽ 45 ജനറൽ സെക്രട്ടറിമാരും 80 സെക്രട്ടറിമാരും 7 വൈസ് പ്രസിഡന്റുമാരും എന്നുള്ള നിലയ്ക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാർട്ടി മത്സരിക്കുന്ന എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ഒരു സെക്രട്ടറി എന്നുള്ളതാണ് തത്വം.